നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പാഠത്തിൻ്റെ ദ മിഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യ എന്ന് പറഞ്ഞ പാഠത്തിൻ്റെ ആദ്യത്തെ ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലാസ് കാണുക. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് പറയുന്നത്. മുഗൾ റൂളാണ് നമ്മൾ കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്തത്. ഇന്നിനി പറയാൻ പോകുന്നത് ദ വിജയനഗര റൂളാണ്. ഓക്കെ, അതിനു മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയുക, അഭിപ്രായങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം, ശ്രദ്ധിച്ചിരിക്കണേ. യെസ്, അപ്പോൾ നമ്മൾ നോക്കുന്നത് വിജയനഗര റൂളാണ്. എന്താണ് വിജയനഗര ഭരണം? ഹോപ്പ് യു ഹാവ് ലേൺഡ് അബൌട്ട് ദ മുഗൾ ഡൈനാസ്റ്റി ദാറ്റ് റൂൾ ഡൽഹി ഡ്യൂറിംഗ് ദ മിഡീവൽ പീരിയഡ്. ഡിഫറെൻറ്റ് ഡൈനാസ്റ്റീസ് existed in South India also during this period. The most prominent among them was Vijayanagara Kingdom. ഇവിടെ പറയുന്നത് നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചിട്ടുണ്ട്? ഡൽഹി കേന്ദ്രമാക്കിയിട്ട് മധ്യകാലത്തിൽ ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലും എന്തുണ്ട്? വ്യത്യസ്ത രാജവംശങ്ങൾ ഉണ്ടായിരുന്നു. ദ മോസ്റ്റ് പ്രൊമിനന്റ് among them was the വിജയനഗര കിങ്ഡം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏതായിരുന്നു? വിജയനഗര രാജ്യമായിരുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താ പറയുന്നത്? വിജയനഗര ആൻഡ് ഹംപി. അപ്പം വിജയനഗരവും ഹംപിയും എന്താ നോക്കാമല്ലോ നമുക്ക്. വിജയനഗര ബ്രാക്കറ്റിൽ സിറ്റി ഓഫ് വിക്ടറി എന്നുണ്ട്, കണ്ടില്ലേ? ഓക്കെ, സിറ്റി ഓഫ് വിക്ടറി എന്ന് പറഞ്ഞാൽ എന്താ? വിജയത്തിൻ്റെ നഗരമാണ്. വാസ് ദ നെയിം ഓഫ് ബോത്ത് സിറ്റി ആൻഡ് എ കിങ്ഡം. അതൊരു സിറ്റിയുടെ, ഒരു നഗരത്തിൻ്റെയും പേരായിരുന്നു, അതുപോലെ ഒരു രാജ്യത്തിൻ്റെയും പേരായിരുന്നു. ഓക്കെ, ദെൻ the city was destroyed in 1565 CE and remained only in the minds of the people. It remained in their popular memory as ഹംപി. അതായത് 1560 CE 1565 ഈ നഗരം നശിപ്പിക്കപ്പെട്ടു. തുടർന്ന് നൂറ്റാണ്ടുകളിൽ ഇത് എവിടെയായിരുന്നു? ജനമനസ്സുകളിൽ മാത്രമായിരുന്നു ഉണ്ടായത്. അപ്പോൾ എന്ത് പേരിലാണ് അറിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ എന്ത് പേരിലാണ്? ഹംപി എന്ന പേരിലാണ്. അപ്പോൾ എപ്പോഴാണ് തകർക്കപ്പെട്ടത്? 1565. പിന്നീട് അത് ജനമനസ്സുകളിൽ എന്ത് പേരിൽ അറിയപ്പെട്ടു? ഹംപി എന്ന പേരിൽ അറിയപ്പെടുന്നു. ദെൻ ദ റൂയിൻസ് ഓഫ് ഹംപി വർ ഡിസ്കവേർഡ് ഇൻ 1800 ബൈ കേണൽ മക്കൻസി. അപ്പോൾ നിങ്ങളോട് പറയാണ് 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ്. ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുവാണ്. ഓക്കെ, അതിനുശേഷം പിന്നീട് എല്ലാവരുടെ ശ്രദ്ധ അങ്ങോട്ട് വരികയാണ്. നമുക്ക് ഗവേഷകരുടെ ശ്രദ്ധയൊക്കെ അങ്ങോട്ട് വന്നു കൂടി പറയുന്നുണ്ട്. ദ ഡിസ്കവറി ഡ്രൂ ദ അറ്റൻഷൻ ഓഫ് ദ റിസർച്ചേഴ്സ് ടു ദ ഹിസ്റ്ററി ഓഫ് വിജയനഗര. അങ്ങനെ ഇദ്ദേഹം 1800 ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതുകൊണ്ട് അതിലൂടെ വിജയനഗരത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഗവേഷകർ കൂടി കൂടുതലായിട്ട് ശ്രദ്ധിച്ചു. ഇതാണ് ആ ഭാഗത്ത് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതൊക്കെ പറഞ്ഞു നമ്മൾ. വിജയനഗര എന്നുള്ള മീനിങ് എന്താണ്? സിറ്റി ഓഫ് വിക്ടറി, വിജയത്തിൻ്റെ നഗരം എന്നാണ്. 1565 തകർക്കപ്പെടുന്നു. പിന്നീട് 1800 അതിൻ്റെ അവശിഷ്ടങ്ങളിൽ കണ്ടെത്തുകയും പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠനം നടക്കുന്നു. ഓക്കെ, അതിന് ഹംപി എന്താണ് ജനമനസ്സുകളിൽ ഹംപി എന്ന പേരിലായിരുന്നു അതിൽ നിന്നിരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, വിജയനഗര രാജാക്കന്മാരുടെ പേരാണ് പറയുന്നത്. കിങ്സ് ഓഫ് വിജയനഗര. ഏതൊക്കെ വംശത്തിൽപ്പെട്ട ഏതൊക്കെ രാജവംശമായിരുന്നു നോക്കിയേ? സംഗമ ഡൈനാസ്റ്റി. ആരാണ് സംഗമ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാൽ? സംഗമ രാജവംശം. ആ സംഗമ രാജവംശത്തിലെ 2 പേരുടെ പേര് പറയുന്നുണ്ട്, ഹരിഹര ആൻഡ് ബുക്ക. ഈ ഹരിഹരനും ബുക്കൻ എന്നീ 2 സഹോദരങ്ങളാണ് CE 1336 വിജയനഗരം സ്ഥാപിച്ചത്. നമ്മുടെ അടുത്ത പാരഗ്രാഫിൽ അത് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നോക്കുക, എന്താണ് ആദ്യത്തെ വംശത്തിൻ്റെ പേര്? രാജവംശത്തിൻ്റെ പേര് സംഗമ ഡൈനാസ്റ്റിയാണ്. സംഗമ രാജവംശം ആരൊക്കെയായിരുന്നു? ഹരിഹര ആൻഡ് ബുക്കൻ. ഏത് വർഷമായിരുന്നു? ദ വിജയനഗര വാസ് ഫൗണ്ടഡ് ഇൻ 1336 CE ബൈ ദ ബ്രദേഴ്സ്. ആരൊക്കെയായിരുന്നു? ഹരിഹര ആൻഡ് ബുക്ക. ഹരിഹരനും ബുക്ക എന്നീ സഹോദരങ്ങളാണ് CE 1336 വിജയനഗരം സ്ഥാപിച്ചത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ? അടുത്ത വംശത്തിൻ്റെ പേര് സാലുവ ഡൈനാസ്റ്റി. എന്താണ്? സാലുവ വംശമാണ്. സാലുവ വംശത്തിലെ രാജാവിൻ്റെ പേരെന്താ? നരസിംഹ സാലുവ. ഓർത്ത് വെക്കണേ, നരസിംഹ സാലുവ. അടുത്തത് തുളുവ ഡൈനാസ്റ്റിയാണ്. തുളുവ വംശം. 2 രാജാക്കന്മാരുടെ പേര് പറയുന്നുണ്ട് അവിടെ, വീരനരസിംഹ ആൻഡ് കൃഷ്ണദേവരായ. വീരനരസിംഹനും കൃഷ്ണദേവരായനും. ഓക്കെ, ലാസ്റ്റത്തേത് അരവിഡു ഡൈനാസ്റ്റി. അരവിഡു ഡൈനാസ്റ്റിയിൽ വരുന്നത് തിരുമല ആൻഡ് വെങ്കിട ഫസ്റ്റ്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്
തുളുവ ഡൈനാസ്റ്റിയിലെ കൃഷ്ണദേവരായനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, തൊട്ട് താഴത്തെ പാരഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കുക. ദ വിജയനഗര വാസ് ഫൗണ്ടഡ് ഇൻ ദ 1336 ബൈ ദ ബ്രദേഴ്സ് ഹരിഹര ആൻഡ് ബുക്ക. നമ്മൾ പറഞ്ഞു അല്ലേ, ഹരിഹരനും ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് 1336 CEയിൽ വിജയനഗരം സ്ഥാപിച്ചത്. പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്, കൃഷ്ണദേവരായ 1509 to 1529 വാസ് ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് ദ പവർഫുൾ ആൻഡ് വെൽത്തി കിങ്ഡം ഓഫ് വിജയനഗര. അതായത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തവും സമ്പന്നവുമായിരുന്ന ഒരു രാജ്യമായിരുന്നു എന്ത്, വിജയനഗരം. ആ രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, കൃഷ്ണദേവരായയാണ്. ഓക്കെ, അപ്പോൾ കൃഷ്ണദേവരായയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1509 മുതൽ 1529 വരെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് പഠിക്കാനുള്ളത്. ആദ്യത്തെ ഡൈനാസ്റ്റി ആരാണ് വിജയനഗരം സ്ഥാപിക്കുന്നത്, ആരായിരുന്നു, ഹരിഹര ആൻഡ് ബുക്ക. അതിൽ പ്രശസ്തനായ ഭരണാധികാരി കൃഷ്ണദേവരായയാണ്. ഓക്കെ, ഏറ്റവും സമ്പന്നവും അതുപോലെ തന്നെ എന്താണ്, ശക്തവുമായ ഭരണ സംവിധാനം ഉണ്ടായിരുന്നു, ശക്തമായ രാജ്യമായിരുന്നു എന്ത്, വിജയനഗര കിങ്ഡം. ഓക്കെ, നോക്കുക, ഒരു കോളം കണ്ടില്ലേ, എന്താണ് പറയുന്നത്, ഇതൊരു യൂറോപ്യൻ ട്രാവലറായ യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസ വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായ കൃഷ്ണദേവരായനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. എന്താ നോക്കിയേ, ദ കിങ് അലൗഡ് സച്ച് ഫ്രീഡം ദാറ്റ് anyone irrespective of being Christian, Jew, Moor or heathen can come and go and live according to his creed without being annoyed in any way. അതായത് ഏതൊരാൾക്കും ഒരു പ്രശ്നവുമില്ലാതെ, അതായത് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂരെന്നോ അതുപോലെ കിരാതനെന്നോ ഒരു വ്യത്യാസമില്ല, തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് അവിടെ ജീവിച്ചു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു, ഏത് കൃഷ്ണദേവരായൻ്റെ രാജ്യത്തിൽ. ഓക്കെ, അപ്പോൾ അവിടെ ഒരു തരത്തിലുള്ള തടസ്സങ്ങൾ, വിശ്വാസങ്ങളുടെ പേരിലുള്ള തടസ്സങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ആദ്യം പറയുന്നത്. ദെൻ ഇക്വാലിറ്റി വാസ് എൻഷുർഡ് ബൈ ദ ജുഡീഷ്യൽ സിസ്റ്റം പ്രസൻറ്റ് ദർ. അതായത് ഇവിടെ എന്തുണ്ടായിരുന്നു, ഒരു നീതിന്യായ വ്യവസ്ഥ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ ഇക്വാലിറ്റി, അതെന്താണ്, ആ നീതിന്യായ വ്യവസ്ഥ സമത്വം നിറഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞത്. അതായത് എല്ലാവർക്കും തുല്യത, അല്ലെങ്കിൽ ആരും ഇന്നാൾ ഉയർന്നത് ഇന്നാൾ താഴ്ന്നത് അങ്ങനെയൊന്നുമില്ല, ജാതി മത വ്യത്യാസങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ദ റെയിൻ ഓഫ് കൃഷ്ണദേവരായ വാസ് എ പീരീഡ് ഓഫ് ഇമ്പീരിയൽ എക്സ്പാൻഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി എംപയർ. അതായത് കൃഷ്ണദേവരായയുടെ ഭരണകാലം എന്ന് പറയുന്നത് രാജ്യവ്യാപനത്തിൻ്റെയും വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. ഓക്കെ, ദെൻ ലോട്ട്സ് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക്സ് വർ ക്യാരിഡ് ഔട്ട് ഡ്യൂറിങ് ഹിസ് റെയിൻ. അപ്പാർട്ട് ഫ്രം കൺസ്ട്രക്ടിങ് മോർ facilities in the capital city of Hampi, he also built new forts, places and temples. അതായത് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ക്യാപിറ്റലായ, അതായത് ക്യാപിറ്റൽ സിറ്റിയുടെ പേരെന്താ, ഹംപിയാണ്. ഈ തലസ്ഥാന നഗരമായ ഹംപിയിലാണ് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും അതുകൂടെ തന്നെ കുറച്ച് കൊട്ടാരങ്ങളും കോട്ടകളും ക്ഷേത്രങ്ങളൊക്കെ അവിടെ പണികഴിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, കണ്ടോ, എന്താ പറഞ്ഞത്, അപ്പാർട്ട് ഫ്രം കൺസ്ട്രക്ടിങ് മോർ ഫെസിലിറ്റീസ് ഇൻ ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഹംപി, ഹി ഓൾസോ ബിൽഡ് ന്യൂ ഫോർട്ട്സ്, പ്ലേസസ് ആൻഡ് ദ ടെമ്പിൾസ്. അനദർ ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ ഹിസ് ഫെയിം വാസ് റിലീജിയസ് ടോളറൻസ്. അപ്പോൾ അദ്ദേഹം ഈ രാജ്യവ്യാപനം അതുപോലെ വികസനം ഉണ്ടായിരുന്നു രാജ്യത്തിൽ, അതുപോലെ എല്ലാ മതങ്ങളെയും തുല്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്നതാണ്. അതായത് മതസഹിഷ്ണുത തന്നെയാണ് അദ്ദേഹത്തെ ഏറ്റവും മറ്റിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. ദ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ് വർ allowed to follow their belief freely. അപ്പോൾ അവിടെ ഏത് മതസ്ഥർക്കും എന്ത് ചെയ്യായിരുന്നു, അവരുടെ വിശ്വാസങ്ങളെ പിന്തുടരുന്നതിനും ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്നതിനും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവിടെ ഉണ്ടായിട്ടില്ല. ഓക്കെ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ സ്ഫിയേഴ്സ് ഓൾസോ വിറ്റ്നസ്ഡ് റിമാർക്കബിൾ പ്രോഗ്രസ് അണ്ടർ കൃഷ്ണദേവരായ. He had extraordinary erudition and authored the works അമുക്തമാല്യത ആൻഡ് ജാമ്പവതി കല്യാണം. അതായത് കല, സാഹിത്യം, സാംസ്കാരിക മേഖലകളിൽ ശ്രദ്ധേയമായൊരു മാറ്റം ഉണ്ടായൊരു കാലഘട്ടമാണ് കൃഷ്ണദേവരായരുടെ കാലഘട്ടം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് അസാമാന്യമായ കഴിവും പാണ്ഡിത്യമൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ച് കൃതികൾ രചിച്ചിട്ടുണ്ട്. 2 കൃതികളുടെ പേരാണ് അവിടെ പറയുന്നത്. ഏതൊക്കെയായിരുന്നു, അമുക്തമാല്യത, ജാമ്പവതി കല്യാണം എന്നീ 2 കൃതികളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. ഓക്കെ, അതവിടെ അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. ഹി പ്രൊമോട്ടഡ് തെലുഗു, കന്നഡ ആൻഡ് തമിഴ് ലിറ്ററേച്ചർ. അതുപോലെ തന്നെ അദ്ദേഹം തെലുഗു, കന്നഡ, തമിഴ് എന്നീ സാഹിത്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഓക്കെ,
അതിനുശേഷം പറയുന്നത് എന്താ നോക്കിയേ, സ്കോളേഴ്സ് നോൺ ആസ് അഷ്ടദിഗജാസ് അഡോൺ ദ കോർട്ട് ഓഫ് കൃഷ്ണദേവരായ. കൃഷ്ണദേവരായരുടെ സദസ്സിലെ പണ്ഡിതർ അറിയപ്പെടുന്നതാണ് എന്ത് പേരില്ല, അഷ്ടദിഗജങ്ങൾ എന്നറിയപ്പെടുന്ന പണ്ഡിതർ ആ സദസ്സിലുണ്ടായിരുന്നു എന്നാണ് പിന്നെ പറയുന്നത്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇനി നമ്മൾ പറയുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അല്ലേ. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഭരണ സംവിധാനമാണ് അല്ലേ. യെസ്, മൊണാർക്കി പ്രിവെയിൽഡ് ഇൻ വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓൾസോ. എന്താണ്, വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയായിരുന്നു നിലനിന്നിരുന്നത്. ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ദ കൺട്രി വാസ് ഡിവൈഡഡ് ഇൻ ടു മണ്ഡലം, പ്രൊവിൻസസ്, നാടു, ഡിസ്ട്രിക്ട്സ്, സ്ഥല, സബ് ഡിസ്ട്രിക്ട്സ് ആൻഡ് ഗ്രാമ, വില്ലേജ്. അതായത് എന്താണ്, വിജയനഗര ഭരണത്തിലും എന്താണ് മൊണാർക്കി രാജവാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഭരണം എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് ദ കൺട്രി വാസ് ഡിവൈഡഡ് ഇൻ ടു എന്തൊക്കെയായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, മണ്ഡല മീൻസ് എന്താണ്, മണ്ഡലം എന്ന് പറഞ്ഞാൽ പ്രൊവിൻസസ്, അതായത് പ്രവിശ്യകൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. പിന്നെ നാടുകൾ അല്ലേ, ജില്ലകൾ എന്നാണ്, ഡിസ്ട്രിക്ട്സ് നാടുകൾ എന്ന് പറഞ്ഞാൽ അവിടെ ജില്ലകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ സ്ഥല മീൻസ് സബ് ഡിസ്ട്രിക്ട്സ്, സ്ഥലം ഉപജില്ലകളായിട്ട്. ദെൻ ആൻഡ് ഗ്രാമ, വില്ലേജ് അല്ല, ഗ്രാമങ്ങളായിട്ട്. അങ്ങനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നോക്കുക ഒന്നുകൂടി. ഫസ്റ്റ് മണ്ഡലം, നാടു, സ്ഥല, ഗ്രാമം, ഇത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ട്. എന്തിനാണ് ഡിവൈഡ് ചെയ്തത്? ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. എന്തിനാണ്? ഭരണം കുറച്ചും കൂടി ഭരണ സൗകര്യത്തിനാണ്, എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ there was a cabinet to help the king. The king had the power to demote and punish ministers. അപ്പോൾ അവിടെ എന്തുണ്ടായിരുന്നു, രാജാവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു. അതുപോലെ മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുള്ള അധികാരം ആർക്കുണ്ടായിരുന്നു? രാജാവിനുണ്ടായിരുന്നു. The king had the power to demote and punish ministers. There were courts at various levels for the administration of justice. അപ്പോൾ there were courts at various levels for the administration of ജസ്റ്റിസ്. അവിടെ വേറെ എന്തുണ്ടായിരുന്നു? നീതി നിർവഹണത്തിന് വേണ്ടിയിട്ട് വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ദ അപ്പലേറ്റ് അതോറിറ്റി വാസ് ദ കിങ് ഹിംസെൽഫ്. അപ്പോൾ അതായത് അപ്പീൽ അധികാരി എന്ന് പറയുന്നത് രാജാവ് തന്നെയാണ്. ഓക്കെ, ദെൻ മൈനർ ഒഫൻസസ് ആൻഡ് ലേബേഴ്സ് ഡിസ്പ്യൂട്ട്സ് വർ ഡെൽ വിത്ത് ബൈ ദ വില്ലേജ് കോർട്ട് ദംസെൽഫ്. അതായത് തൊഴിൽപരമായിട്ടുള്ളതും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു എന്ന് പറയുന്നു. ഇതാണ് ആ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. നായകാസ് ആൻഡ് അമരനായകാസ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് വിജയനഗര. വിജയനഗരത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു ആര്? നായകരും അമരനായകന്മാരും. ഓക്കെ, അപ്പോൾ നമുക്കത് ആരാന്ന് നോക്കാലോ, എന്താണെന്ന് നോക്കാലോ. ദ മിലിറ്ററി കമാൻഡേഴ്സ് വെർ നോൺ ആസ് അമരനായകാസ്. അതായത് സൈനിക മേധാവികളാണ് അമരനായകന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ദ കിങ്സ് അലോട്ടഡ് ലാൻഡ്സ് നോൺ ആസ് അമര ടു ദം. അപ്പോൾ രാജാവ് എന്ത് ചെയ്യും? അമര എന്ന പേരിലുള്ള പ്രദേശങ്ങൾ ഇവർക്ക് കൊടുക്കും. ഓക്കെ, ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അമരാസ് വാസ് ക്യാരിഡ് ഔട്ട് ബൈ അമരനായകാസ്. അപ്പോൾ ഈ അമര എന്ന് പറയുന്ന പ്രദേശം, അമരത്തിൻ്റെ ഭരണം നിർവഹിക്കുന്ന ആരായിരുന്നു? അമരനായകന്മാരായിരുന്നു. ഓക്കെ, അപ്പം നെക്സ്റ്റ് ആയിട്ട് നോക്കുക. അമരനായകാസ് ഹാഡ് ദ റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം ദീസ് ഏരിയാസ്. അപ്പോൾ ഈ പറഞ്ഞ അമരനായകന്മാർ എന്ത് ചെയ്യും? ഈ പ്രദേശങ്ങളിൽ നിന്ന് നികുതി പിരിക്കും. അവർക്കാണ് നികുതി പിരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം ദ അമരനായകാസ് പെയ്ഡ് എ ഫിക്സ്ഡ് എമൗണ്ട് ടു ദ കിങ്. ദേ ഓൾസോ മെയിൻറ്റെയിൻ ദ സർട്ടൻ നമ്പർ ഓഫ് ഫുഡ് സോൾജിയേഴ്സ്, ഹോഴ്സസ് ആൻഡ് എലഫൻസ്. ദി സിസ്റ്റം വാസ് കോൾഡ് അമരനായക സിസ്റ്റം. അപ്പം ഈ അമരനായകന്മാർ നികുതി പിരിച്ചിട്ട് രാജാവിനൊരു നിശ്ചിത തുക നൽകുമായിരുന്നു. ഓക്കെ, രാജാവിന് ഒരു നിശ്ചിത തുക നൽകും. അപ്പോൾ അതുപോലെ തന്നെ അതവിടെ പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ദേ ഓൾസോ മെയിൻറ്റെയിൻഡ് ദ അമരനായകാസ് പെയ്ഡ് എ ഫിക്സ്ഡ് എമൗണ്ട് ടു ദ കിങ് അല്ലേ. ദേ ഓൾസോ മെയിൻറ്റെയിൻഡ് എ സർട്ടൻ നമ്പർ ഓഫ് ഫുഡ് സോൾജിയേഴ്സ്. അപ്പോൾ അവരെന്ത് ചെയ്യണമായിരുന്നു? ഒരു നിശ്ചിത എണ്ണം കാലാളുകളെ, അതാണ് ഫുഡ് സോൾജിയേഴ്സ്, പിന്നെന്താണ് ഹോഴ്സസ് കുതിരകൾ, ആൻഡ് എലഫൻസ് ആനകളെ നിലനിർത്തണമായിരുന്നു. ഓക്കെ, ദിസ് സിസ്റ്റം വാസ് കോൾഡ് അമരനായകാസ്. അപ്പോൾ ഈ സിസ്റ്റത്തെയാണ് എന്താണ് അമരനായക സിസ്റ്റം എന്നല്ലെങ്കിൽ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നതെന്ന് പറഞ്ഞത് ഈ വ്യവസ്ഥയെ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ലേ? ഇതാണ് ഭരണ സംവിധാനത്തെക്കുറിച്ച് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കംപ്ലീറ്റ് കാര്യങ്ങളും ഓർത്തു വെക്കണം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സോഷ്യോ എക്കണോമിക് കണ്ടീഷനാണ്, സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി. നോക്കുക, വിജയനഗര സൊസൈറ്റി കൺസിസ്റ്റ് ഓഫ് വേരിയസ് കാസ്റ്റ് ആൻഡ് റിലീജിയൻസ്. ബ്രാഹ്മിൻസ് were the
ഡൊമിനൻറ്റ് ഗ്രൂപ്പ് ഇൻ ദ സൊസൈറ്റി. അതായത് വിജയനഗര സാമ്രാജ്യത്തിൽ ഒരുപാട് ജാതിമത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു. അതിൽ ബ്രാഹ്മണരായിരുന്നു ഏറ്റവും മുകളിൽ, അതായത് ബ്രാഹ്മണർക്കായിരുന്നു മേധാവിത്വം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, ദേ വർ എൻടൈറ്റിൽഡ് ടു ദ റവന്യൂ ഫ്രം ദ ലാൻഡ് അലോട്ടഡ് ടു ദ ടെമ്പിൾസ്. അതുപോലെ ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനമൊക്കെ ആർക്ക് അവകാശപ്പെട്ടതായിരുന്നു? ബ്രാഹ്മണർക്ക് അവകാശപ്പെട്ടതായിരുന്നു. പിന്നെ ബ്രാഹ്മിൻസിനെ കുറിച്ച് എന്താ പറയുന്നത് നോക്കിയേ. ബ്രാഹ്മിൻസ് യൂസ്ഡ് ടു ലീഡ് ദ റിച്വൽസ് ആൻഡ് റിലീജിയസ് സെറിമണീസ് ഇൻ ദ ടെമ്പിൾസ്. അതായത് ഈ ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങളും മതപരമായ ചടങ്ങുകളൊക്കെ നടത്തുന്ന ആരാണ്? തുടങ്ങിയവർക്കൊക്കെ നേതൃത്വം നൽകിയിരുന്നത് ബ്രാഹ്മണരായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ സ്റ്റാർട്ടിങ്ങിൽ ബ്രാഹ്മിൻസിനെ കുറിച്ച് പറയാം എന്ന് നോക്കുക. നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കിയേ. അതർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി വർ മെയിൻലി എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ, ട്രേഡ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ്. അപ്പോൾ സമൂഹത്തിൽ ബ്രാഹ്മിൻസ് മാത്രമല്ലല്ലോ, മറ്റു വിഭാഗങ്ങളും ഇല്ലേ. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ കച്ചവടമാണ്. പിന്നെ അഗ്രികൾച്ചർ, കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ എന്താ പറഞ്ഞിട്ടുണ്ടായ ഹാൻഡിക്രാഫ്റ്റ്സ്, കൈത്തൊഴിലുകളൊക്കെ ചെയ്യുന്നവരായിരുന്നു എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത് നമ്മൾ പറയുന്നത് ബ്രാഹ്മിൻസിന് ശേഷം മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ. നോക്കിയേ. കിങ്സ് എംപ്ലോയ്ഡ് വുമൺ ടു പ്രിപ്പയർ അക്കൗണ്ട്സ് ഓഫ് ദ റോയൽ പാലസ് ആൻഡ് ഡെക്കറേറ്റ് ഗാർഡൻ. അതായത് രാജകൊട്ടാരത്തിലെ രാജകീയ കണക്കുകളൊക്കെ തയ്യാറാക്കാനും പൂന്തോട്ടമൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനവും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു കാര്യം പറയുന്നുണ്ട് അവിടെ. പൊളിഗാമി പ്രിവൈൽഡ് അമംഗ് ദ വെൽത്തി. അതായത് സമ്പന്നരായ ആൾക്കാരുണ്ടല്ലോ, ഈ സമ്പന്നരായ ആൾക്കാരുടെ ഇടയിൽ ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്യുക. അപ്പം ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. ആരുടെ ഇടയിലാണെന്നാണ് പറയുന്നത്? പൊളിഗാമി പ്രിവൈൽഡ് അമംഗ് ദ വെൽത്തി. സമ്പന്നരായ ആൾക്കാരുടെ ഇടയിൽ. പിന്നെ ലാസ്റ്റ് പറയുന്നത് നോക്കിയേ. ചൈൽഡ് മാരേജ് ആൻഡ് ദ പ്രാക്ടീസ് ഓഫ് സതി വർ ഓൾസോ പ്രിവലൻ്റ് ഇൻ സൊസൈറ്റി. ഓക്കെ, അതുപോലെ തന്നെ അവിടെ ശൈശവ വിവാഹം അല്ലെ, ശൈശവ വിവാഹം നമുക്കറിയാം, പ്രായപൂർത്തിയാകുന്നതിന് മുന്നിലുള്ള വിവാഹം. ദെൻ സതി സമ്പ്രദായം പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ അച്ഛതേച്ച് തന്നെ ചാടി മരിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ അവിടെ ഈ സമൂഹത്തിൽ കാണപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന ഒരു ട്രാവലോഗാണ്. ട്രാവലോഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സഞ്ചാരക്കുറിപ്പ്. ആരുടേതാണ്? ഡൊമിംഗോ പയസ്, എ പോർച്ചുഗീസ് ട്രാവലർ ഹു വിസിറ്റഡ് വിജയനഗര. വിജയനഗരം സന്ദർശിച്ച ഒരു പോർച്ചുഗീസ് സഞ്ചാരിയുടെ ട്രാവലോഗാണ് നമ്മൾ വായിക്കുന്നത്. ജസ്റ്റ് നോക്കാം. ഗോയിങ് ഫോർവേഡ് യു ഹാവ് എ ബ്രോഡ് ആൻഡ് ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്. അതായത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരമായ ഒരു തെരുവുണ്ട്. Okay, in the street live many merchants, and there you will find all sorts of rubies and diamonds and emeralds and pearls and clothes. അതായത് ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കാണാം? മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും ഒക്കെ, ഈ തുണിത്തരങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ദാറ്റ് യു മേ വിഷ് ടു ബൈ ദെൻ എ ഫെയർ where they sell horses and oranges and grapes and wood. അതായത് എന്താണ്? അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ആര് പറയാണ്? ഡൊമിംഗോ പയസ്, ഒരു വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി പറയാണ്. അപ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് നമുക്ക് എന്താ മനസ്സിലാവുക? ഇനി ഒരുപാട് സഞ്ചാരികൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നഗരത്തിൻ്റെ അല്ലെങ്കിൽ വിജയനഗരത്തിൻ്റെ ഭംഗിയും ആ തെരുവിൻ്റെ കാര്യങ്ങളും അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു, എത്രത്തോളം സമ്പന്നമായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തൊട്ട് താഴത്തെ പാരഗ്രാഫിലേക്ക് നമുക്ക് പോവാം കേട്ടോ. Many travelers who visited that country recorded the grandeur and richness of Vijayanagara. The main occupation of the people was agriculture. അപ്പം വിജയനഗരത്തിൻ്റെ ആ പ്രൗഢിയും അതിൻ്റെ സമ്പന്നതയും ഒക്കെ ആ രാജ്യം സന്ദർശിച്ച ഒട്ടേറെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യം തന്നെ പറഞ്ഞത്. നമ്മളിപ്പോൾ ഡൊമിംഗോ പയസിൻ്റെ, പോർച്ചുഗീസ് സഞ്ചാരിയായ ഡൊമിംഗോ പയസിൻ്റെ അദ്ദേഹം വിജയനഗരത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വായിച്ചു. അപ്പോൾ അതിനെ കോട്ട് ചെയ്തിട്ട് തന്നെയാണ് ഈ കാര്യം കൂടി നമ്മളോട് പറയുന്നത്. പിന്നെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എടുത്ത് വെക്കുക. ദ മെയിൻ ഒക്കുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ വാസ് അഗ്രികൾച്ചർ. അപ്പം അവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു. സിൽക്ക് ആൻഡ് കോട്ടൺ ക്ലോത്ത്സ് വർ കോമൺലി യൂസ്ഡ്. എന്താണ്? സിൽക്ക്, പരുത്തി വസ്ത്രങ്ങൾ, ഇതൊക്കെയായിരുന്നു സാധാരണയായിട്ട് അവിടെ ഉപയോഗിച്ചിരുന്നതെന്ന് പറയുന്നു. ഓക്കെ, ദെൻ ഇറിഗേഷൻ വാസ് പ്രൊവൈഡഡ് ഇൻ ദ
arid areas around വിജയനഗര. അതായത് പിന്നീട് പറയുന്ന വിജയനഗരത്തിൻ്റെ ചുറ്റുമുള്ള വരണ്ട് കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഈ വരണ്ട് കിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചന യോഗ്യമാക്കി എന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് പറയുന്നത് നോക്കിയേ. ദ കമലാപുരം ലേക്ക് കൺസ്ട്രക്റ്റഡ് ഇൻ ദ 15th century CE. ദെൻ നെക്സ്റ്റ് എന്താണ് 15ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളം. പിന്നെ എന്താണ് പറയുക, അടുത്തൊരു കനാലിൻ്റെ പേര് പറയുന്നുണ്ട്. എന്താ, ഹിരയ കനാൽ ആൻഡ് ദ ഡാം അക്രോസ് ദ തുംഗഭദ്ര റിവർ സ്ട്രെങ്തൻ ദ അഗ്രികൾച്ചർ സെക്ടർ. ഓക്കെ, അപ്പോൾ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ 15ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളം, അതുപോലെ തന്നെ ഹിരിയ കനാലും, അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താ, തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടും. ഇതിനൊക്കെ എന്താണ് ഗുണം? അപ്പോൾ കാർഷിക മേഖലയെ നല്ലപോലെ പുഷ്ടിപ്പെടുത്താൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വളർച്ച പ്രാപിക്കാനുള്ള ഹെൽപ്പ് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്? ഇത്തരത്തിലുള്ള ഇറിഗേഷൻ ജലസേചന സൗകര്യത്തിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ലാൻഡ് വാസ് സർവേഡ് ആൻഡ് ടാക്സ്ഡ് അക്കോർഡിംഗ് ടു പ്രൊഡക്ടിവിറ്റി. അതായത് ഭൂമി സർവേ ചെയ്യും. ഈ സർവേ ചെയ്യുന്ന സമയത്ത് ആ ഭൂമിയുടെ ഗുണനിലവാരം അനുസരിച്ചിട്ടായിരിക്കും അതിനൊരു നികുതി നിശ്ചയിക്കുക. ഓക്കെ, ദെൻ അപ്പാർട്ട് ഫ്രം ലാൻഡ് ടാക്സ് ദ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ ടു ദ ഗവൺമെൻറ് വർ പ്രൊഫഷണൽ ടാക്സ് ആൻഡ് ബിൽഡിംഗ് ടാക്സ്, ലൈസൻസ് ഫീസ് ഓഫ് വേരിയസ് കൈൻഡ്സ് ആൻഡ് ഫൈൻസ് ഇമ്പോസ്ഡ് ബൈ കോർട്ട്. അതായത് ഇവിടെ ഭൂനികുതിക്ക് കൂടാണ്ട് ഇതിൽ ഈ ഭൂനികുതിക്ക് പുറമെ എന്തുണ്ടാവും? തൊഴിൽ നികുതി ഉണ്ടാവും. ഓക്കെ, തൊഴിൽ നികുതി കൂടാതെ വേറെ എന്താ പറയുന്നത്? വീട്ടുനികുതി ഉണ്ടാവും. അങ്ങനെ വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകളുണ്ട്. അതുപോലെ കോടതി ശിക്ഷിക്കും. എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് കോടതി ശിക്ഷിച്ചിട്ട് അവർക്ക് എന്ത് കൊടുക്കും? പിഴ കൊടുക്കും. ഈ പിഴ എന്ത് ചെയ്യണം? അവരടക്കണം. അപ്പം ഇത്തരത്തിലാണ് ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗങ്ങൾ ഇവിടെ പറയുന്നത്. ദെൻ Vijayanagara developed into a major trading center. Trades from different parts of India and the world flocked to the famous city of Vijayanagara. The rulers greatly encouraged foreign trade. The Portuguese and the Arabs and the monopoly over foreign trade. The trade was also done with China and Sri Lanka. അതായത് വിജയനഗരം എന്താണ്? ഒരു വലിയൊരു വ്യാപാര കേന്ദ്രമായിട്ട് വികാസം പ്രാപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വിജയനഗര ഡെവലപ്ഡ് ഇൻ ടു എ മേജർ ട്രേഡിംഗ് സെൻറ്റർ. അപ്പോൾ ട്രേഡ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ് ഫ്ലോക്ക്ഡ് ടു ദ ഫേമസ് സിറ്റി ഓഫ് വിജയനഗര. അതായത് വിജയനഗരത്തിൻ്റെ ആ പേരും പ്രശസ്തിയൊക്കെ ഇങ്ങനെ പേര് കേട്ട് പ്രശസ്തി ആർജിക്കുന്ന സമയത്ത് ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നു. ഓക്കെ, അതുപോലെ പറയുന്നത് എന്താ വെച്ചാൽ ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയധികം പ്രോത്സാഹനം നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ദ റൂളേഴ്സ് ഗ്രേറ്റ്ലി എൻകറേജ്ഡ് ഫോറിൻ ട്രേഡ്. പിന്നെ എന്താ പറയുന്നത് നോക്കിയേ. ദ പോർച്ചുഗീസ് ആൻഡ് ദ അറബ്സ് ഹാഡ് മൊണോപ്പൊളി ഓവർ ഫോറിൻ ട്രേഡ്. അതുപോലെ തന്നെ അറബികൾ അതുപോലെ പോർച്ചുഗീസുകാരുമായിരുന്നു വിദേശ വ്യാപാരത്തിൻ്റെ കുത്തക അവർക്കായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. അതുപോലെ തന്നെ ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായിട്ടും വ്യാപാരം നടന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. ട്രേഡ് വാസ് ഓൾസോ ഡൺ വിത്ത് ചൈന ആൻഡ് ശ്രീലങ്ക. The trade of horses brought from Arabia and Central Asia was mainly done by Arabs. അതായത് മധ്യേഷ്യയിൽ നിന്നും അറേബ്യയിൽ നിന്നൊക്കെ എന്തിനെ കൊണ്ടുവരും? കുതിരയെ കൊണ്ടുവന്നിരുന്നു. ഈ കൊണ്ടുവന്നിരുന്ന കുതിരകളെ കച്ചവടം നടത്തുന്നത് അറബികളായിരുന്നു. ഓക്കെ, ഇതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഹോഴ്സസ് വർ ആൻ ഇമ്പോർട്ടൻ്റ് ഐറ്റം ഓഫ് ട്രേഡ്. അതായത് കുതിരകൾ കച്ചവടത്തിലൊരു പ്രധാന ഇനമായിരുന്നു. നമ്മുടെ തൊട്ട് മുമ്പിലും ആദ്യം എന്താ പറയുക, വിജയനഗരത്തിൻ്റെ സന്ദർശിച്ച സഞ്ചാരി അതായത് ഡൊമിംഗോ പയസ് പറഞ്ഞ സമയത്ത് നമ്മളത് കണ്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുക. ലോക്കൽ ട്രേഡേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഹോഴ്സ് ട്രേഡിംഗ് were known as കുതിരച്ചെട്ടീസ്. ഗ്രാജുവലി ദ പോർച്ചുഗീസ് pushed out the Arabs and took control of this ട്രേഡ്. അതായത് കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന സാധാരണ നാട്ടിൻപുറത്തെ പ്രാദേശിക കച്ചവടക്കാർ എന്ത് പേരിൽ അറിയപ്പെട്ടെ? കുതിരച്ചെട്ടീസ് അഥവാ കുതിരച്ചെട്ടികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. പിന്നീട് അറബികളാണ്, നമ്മൾ ആദ്യം പറഞ്ഞു അറബികളാണ് കുതിര കച്ചവടം നടത്തുന്നതെങ്കിലും കാലക്രമേണ അറബികളെ പിന്തള്ളിയിട്ട് പോർച്ചുഗീസുകാർ വന്നിട്ട് ഈ കച്ചവടത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു എന്നാണ് പിന്നെ പറയുന്നത്. ഓക്കെ, ഇൻകം ഫ്രം ട്രേഡ് സ്ട്രെങ്തൻ ദ നേഷൻസ് എക്കണോമി. ചൈനീസ് പോട്ടറി ഫൗണ്ട് ഇൻ ദ സിറ്റി ഇൻഡിക്കേറ്റ്സ് ദ ട്രേഡ് റിലേഷൻ വിത്ത് ചൈന. അതുപോലെ തന്നെ വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നല്ല സ്ട്രോങ് ആക്കിയിട്ടുണ്ടായിരുന്നു, ശക്തിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നഗരത്തിൽ നിന്ന് ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുടെ കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തൊട്ട് മുമ്പ് പറഞ്ഞ ചൈനീസ് ശ്രീലങ്കയായിട്ടുള്ള ബന്ധമുണ്ടെന്ന്. അപ്പോൾ ഈ നഗരത്തിൽ നിന്ന് എന്ത് കിട്ടിയിട്ടുണ്ട്? ചൈനീസ് മൺപാത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ചൈനയുമായിട്ടുള്ള ട്രേഡിനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആയില്ലേ?
നമ്മൾ പാഠത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തുള്ള എന്താണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് കൾച്ചറൽ ലൈഫ് ഓഫ് വിജയനഗരയാണ്. നമുക്ക് ഒരുപാട് ക്ഷേത്രങ്ങൾ കാണാൻ പറ്റുന്നത് ടെമ്പിൾസ് ആണ്. എന്തൊക്കെയാണ്? ഹസാരാം ടെമ്പിൾ, ഹസാരരാമക്ഷേത്രം, ഹംപി, വിത്തലസ്വാമി ടെമ്പിൾ, വിത്തലസ്വാമി ക്ഷേത്രം, അതുപോലെ തന്നെ വിരൂപാക്ഷ ടെമ്പിൾ, ലോട്ടസ് മഹൽ, ഇതൊക്കെ ഹംപിയിലാണ്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചിത്രത്തിലല്ല. നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് അവിടെ പോയാൽ ഇതൊക്കെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ഭംഗിയിൽ നമുക്ക് എന്താ ആസ്വദിക്കാൻ പറ്റും. നല്ല രസമാണ് പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ വലിയ മക്കളാവുന്ന സമയത്തും സ്കൂളിൽ ടൂറൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ കിട്ടുമ്പോൾ സന്ദർശിക്കാം. ഓക്കെ, അപ്പോൾ ഹംപിയിലൊക്കെ പോവാമല്ലോ. നമ്മളിത് സിനിമയിലൊക്കെ ഈ ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ, ഈ കൾച്ചറൽ ലൈഫ് ഓഫ് വിജയനഗരയാണ്. വിജയനഗര പിന്നെ നഗരത്തിൻ്റെ സാംസ്കാരികമായിട്ട് കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താ നോക്കിയേ, ഡ്യൂറിങ് ദ വിജയനഗര പീരീഡ് ദ കൾച്ചറൽ ലൈഫ് ഓൾസോ മെയ്ഡ് ഗ്രേറ്റ് പ്രോഗ്രസ്. അതായത് വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗം എന്താണ്, വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താ നോക്കിയേ, മെനി സ്കൂൾസ് വർ എസ്റ്റാബ്ലിഷ് ഫോർ ദ സ്റ്റഡി ഓഫ് വേദാസ് ആൻഡ് ശാസ്ത്രാസ്. അതായത് പിന്നെ വേദങ്ങളും ശാസ്ത്രങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ദ വിജയനഗര പീരീഡ് വിറ്റ്നസ്ഡ് അൺപ്രസിഡന്റഡ് ഗ്രോത്ത് ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട്, ആർക്കിടെക്ചർ, സ്കൾപ്ചർ, ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക്. അതായത് എന്താണ്, കലയുടെയും വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം, എല്ലാ മേഖലകളിലും വിജയനഗര കാലത്ത് ഒരു വളരെ അഭൂതപൂർവമായിട്ടൊരു വളർച്ചയുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ആരാണ്, നമ്മൾ ഓൾറെഡി അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള രാജാവിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? കൃഷ്ണദേവരായാണ്. അപ്പോൾ കിങ്സ് ലൈക്ക് ദ കൃഷ്ണദേവരായ ബർ പാട്രൺസ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. അതായത് കൃഷ്ണദേവരായ പോലെ രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിൻ്റെയും പാട്രൺസ്, രക്ഷകരായിരുന്നു, ഇതിലേക്ക് സംരക്ഷകരായിരുന്നു എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത്, ദ ദ്രാവിഡിയൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ വാസ് ഡോമിനൻറ്റ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് വിജയനഗര സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ വാസ് ദ ജൈജാൻറ്റിക് ടെമ്പിൾസ് ഗേറ്റ് നോൺ ആസ് ഗോപുരംസ്. അതായത് എന്താണ്, പിന്നെ ഗോപുരങ്ങൾ അവിടെ പറയുന്നത്, അതിന് മുമ്പേ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്, ദ്രാവിഡ ശില്പരീതിയാണ് കൂടുതലായിട്ടും പിന്നെ അവിടെ പ്രാബല്യത്തിലുണ്ടായിരുന്നു. അതിൽ ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരമായ വലിയ ക്ഷേത്ര കവാടങ്ങളുണ്ട്. ഇത് വിജയനഗര ശില്പകലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയിൽ ഒന്നാണ്. ഓക്കെ, ഇതെല്ലാം പോയിന്റ് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കണേ. ഓക്കെ, ദെൻ ദ ഫീൽഡ്സ് ഓഫ് ലിറ്ററേച്ചർ ഓൾസോ മെയ്ഡ് ട്രമൻഡസ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. സാഹിത്യരംഗം ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആൻഡ് ലാസ്റ്റ്, തെലുങ്ക് ലിറ്ററേച്ചർ വാസ് ദ മോസ്റ്റ് ഫ്ലറിഷ്ഡ് വൺ. ന്യൂമറസ് സാൻസ്ക്രിറ്റ് വർക്ക്സ് വർ ഓൾസോ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മെനി റീജിയണൽ ലാംഗ്വേജ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അതായത് തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് ഈ കാലഘട്ടത്തിൽ. കൂടാതെ എന്തുണ്ട്, സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ എന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പാഠത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്ന് നല്ലപോലെ വായിച്ചു നോക്കുക. നമ്മൾ കോട്ട് ചെയ്ത് പറഞ്ഞ പോയിന്റ്സൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മളെല്ലാവരും ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടായിരിക്കുമല്ലോ ഇത് കണ്ടത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സോഷ്യൽ മാത്രമല്ല എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സമയക്കുറവാണ്, നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത് വരാത്തത്. അപ്പോൾ എല്ലാവരും എല്ലാ ക്ലാസ്സുകളും കാണുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടുക. പിന്നെ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.